എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ നമ്മളുടെ ഹാങ്ങിനെ കാണിച്ചുകൊണ്ടാണ്. അവളാണെങ്കിൽ ഇപ്പോൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാൻ വന്നേക്കുമായിരുന്നു. ഡോക്ടറാണെങ്കിൽ അവിടെ നമ്മുടെ ഹാങ്ങിൻ്റെ അടുത്ത് പറയും, നിങ്ങളിപ്പോൾ ജർമ്മനി പോകുന്നത് നല്ലൊരു തീരുമാനമല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെന്നാലും നിങ്ങളുടെ ബ്ലഡിൽ WBCയുടെ കൗണ്ട് കുറവായതുകൊണ്ട് തന്നെ അവർ ചികിത്സയൊന്നും സ്റ്റാർട്ടാക്കത്തില്ല. നിങ്ങൾ കുറച്ച് സമയം കൂടി എടുത്തേ പറ്റത്തുള്ളൂ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ഹാങ്ങിന് ഭയങ്കര ദേഷ്യം വരും. അവൾ പറയും, നിങ്ങളിനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ജർമ്മനി തന്നെ പോവും, അവിടെ പോയി ചികിത്സയും വാങ്ങിക്കൂ എന്നും പറഞ്ഞിട്ട് അവളെ ദേഷിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. നമ്മുടെ ഡോക്ടറും അവളുടെ പുറകെ ഇറങ്ങി നടക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളെ പറഞ്ഞ് കാര്യം മനസ്സിലാക്കണമല്ലോ. അപ്പോൾ നമ്മളുടെ ഹാങ് ആണെങ്കിൽ അവിടെ ഡോക്ടറുടെ അടുത്ത് പബ്ലിക്കായിട്ട് നിന്നിട്ട് പറയും, നിങ്ങൾ എന്തുദ്ദേശിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഓൾറെഡി എൻ്റെ പക്കൽ ഇനി 3 മാസം മാത്രമേ ഉള്ളൂ. അതിനകത്ത് തന്നെ ഞാൻ ലാസ്റ്റാണ് എനിക്ക് ട്യൂമറാണെന്ന് തന്നെ കണ്ടുപിടിച്ചത്. ഇനിയും നിങ്ങൾ എൻ്റെ അടുത്ത് വെയിറ്റ് ചെയ്യാൻ പറയുവാണോ? ഞാൻ ഇനി എന്താ വെയിറ്റ് ചെയ്യേണ്ടത്? എൻ്റെ സമയമല്ല ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമല്ലേ, അതുകൊണ്ട് തന്നെ എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ നമ്മളുടെ ഹാങ് ഇങ്ങനെ ഇരുന്ന് പറയും. ഇതൊക്കെ കേൾക്കുന്നതും നമ്മുടെ ഡോക്ടർ എന്ത് പറയണമെന്നറിയത്തില്ല. പെട്ടെന്ന് തന്നെ നമ്മുടെ ഹാങ് ഇങ്ങനെ ചരിഞ്ഞു നോക്കുമ്പോൾ എന്തോ അവിടെയായിട്ട് അവക്കറിയുന്ന ഒരാൾ വന്ന് നിൽപ്പുണ്ട്. അത് വേറെ ആരുമല്ല, നമ്മുടെ ഹാങ്ങിൻ്റെ ആൻറ്റി തന്നെയാണ്. ഇവരുടെ പേര് ജോയ് എന്നാണ് കേട്ടോ. ഇവരാണെങ്കിൽ ആ ഗേൾ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് അടി വാങ്ങിച്ചിട്ട് ഇപ്പം കൈക്ക് പരിക്ക് പറ്റി അത് നേരേക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ വന്നേക്കുന്നത്. ഇവരാണെങ്കിൽ നമ്മുടെ ഹാങ് ഇപ്പം എന്തൊക്കെയാണെന്ന് പറഞ്ഞ് അതെല്ലാം കേട്ടിട്ടുണ്ട്. അതായത് ഈ ട്യൂമറിനെ പറ്റിയൊക്കെ. നമ്മുടെ ഈ ആൻറ്റി ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഷോക്കായിപ്പോവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഹാങ്ങും ഈ ആൻറ്റിയും കൂടി വന്നിരുന്ന് സംസാരിക്കുന്നതാണ്. ആൻറ്റി ആണെങ്കിൽ നമ്മളുടെ ഹാങ്ങിൻ്റെ അടുത്ത് എല്ലാം ചോദിച്ചറിയും. അവളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയും. അപ്പോൾ ആൻറ്റി ആണെങ്കിൽ ഇവളെ സമാധാനിപ്പിക്കാൻ നോക്കും. നീ ഇത് വലിയ കാര്യമായിട്ടൊന്നും എടുക്കണ്ട, നമുക്കിതിനെ നേരെയാക്കാം. എൻ്റെ ഒരു സ്കൂളിൽ പഠിച്ച ഫ്രണ്ടുണ്ട്, അവൾക്കും ക്യാൻസർ ആയിരുന്നു. എന്നാൽ അവൾ അതെല്ലാം തരണം ചെയ്ത് ഇപ്പോഴും ജീവനോട് ഇരിപ്പുണ്ട്, അവൾക്ക് യാതൊരു കുഴപ്പമില്ല എന്നൊക്കെ പറയും. കൂട്ടത്തിൽ തന്നെ ഈ ആൻറ്റി ആണെങ്കിൽ നമ്മുടെ ഹാങ്ങിൻ്റെ അടുത്ത് ചോദിക്കും, നിൻ്റെ ഈ അസുഖത്തിനെ പറ്റി വേറെ ആർക്കൊക്കെ അറിയാം എന്ന്. അപ്പം നമ്മുടെ ഹാങ് പറയും, യുനുവിന് മാത്രമേ അറിയത്തുള്ളൂ, ഇപ്പോൾ ആൻറ്റിക്കും അറിയാം, ഇക്കാര്യം വേറെ ആരുടെടുത്തും പറയണ്ട. സത്യം പറഞ്ഞാൽ നമ്മുടെ ആൻറ്റി ആണെങ്കിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഇവിടെ അഭിനയിക്കുമായിരുന്നു. അവരാണെങ്കിൽ നമ്മളുടെ ഹാങ്ങിന് ഒരുപാട് ധൈര്യമൊക്കെ കൊടുക്കും. നീ ധൈര്യമായിട്ടിരിക്കുക, എത്ര പൈസ ആയിരുന്നാലും സാരമില്ല, നമുക്ക് ഈ ലോകത്തിൻ്റെ ഏത് കോണിൽ പോയിട്ടായിരുന്നാലും നിന്നെ ചികിത്സിക്കാം എന്ന്. അപ്പോൾ നമ്മുടെ ഹാങ് ആണെങ്കിൽ ഈ ആൻറ്റിയുടെ അടുത്ത് പറയും, അതൊക്കെ ശരി, എന്തായിരുന്നാലും നിങ്ങൾ ഇക്കാര്യം നമ്മുടെ വീട്ടിലുള്ള ആരുടെടുത്തും പറയാൻ നിൽക്കേണ്ട. അവരെല്ലാവരും എന്നെപ്പറ്റി ആലോചിച്ച് നല്ലതുപോലെ ടെൻഷനാവും. ഞാൻ എന്തായിരുന്നാലും ഉടനെ തന്നെ ജർമ്മനിയിലോട്ട് പോകാനിരിക്കുവാണ് എൻ്റെ ചികിത്സയുടെ ഭാഗമായിട്ട്. അപ്പോൾ പിന്നെ ഞാൻ ഓക്കെ ആയിട്ട് തിരിച്ചു വരും എന്നൊക്കെ നമ്മുടെ ഹാങ് ഇങ്ങനെ പറയും. ഇതൊക്കെ കേൾക്കുന്ന ആ ആൻറ്റി നമ്മളുടെ ഹാങ്ങിനെ നല്ലതുപോലെ സമാധാനിപ്പിക്കും. നമ്മുടെ ഹാങ് ആണെങ്കിൽ അവിടെ നിന്ന് പോകാനായിട്ട് അങ്ങോട്ട് തിരിയുന്നത് വേഗം തന്നെ നമ്മളുടെ ഈ ആൻറ്റി ഉണ്ടല്ലോ, അവർ നമ്മുടെ ഹാങ്ങിനെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങും. എന്നിട്ട് പറയും, എനിക്ക് നന്നായിട്ടറിയാം നീ ഈ അസുഖത്തിനെ പറ്റി ആദ്യമായിട്ട് അറിഞ്ഞപ്പോൾ നിൻ്റെ മനസ്സിൽ കൂടി എന്തൊക്കെ പോയി കാണുമെന്ന്. നീ ഒട്ടും വിഷമിക്കേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, എന്ത് സഹായത്തിനും നീ എന്നെ വിളിച്ചാൽ മതി എന്നൊക്കെ നമ്മുടെ ആൻറ്റി ഇങ്ങനെ പറയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ഈ ആൻറ്റി ആണെങ്കിൽ കാറിലായിട്ട് കയറി ഇരുന്നിട്ടേ ഒരാളെ ഫോൺ കോൾ ചെയ്യുന്നതാണ്. ഇവരാരെ വിളിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നേരത്തെ നമ്മുടെ ഹാങ്ങിൻ്റെ അടുത്ത് ഒരു ഫ്രണ്ടിനെ പറ്റി പറഞ്ഞില്ലേ, ട്യൂമറുള്ള ആ ഫ്രണ്ടിനെ വിളിക്കാൻ വേണ്ടി നോക്കുന്നത്. എന്നാൽ അവരുടെ ഫോണാണെങ്കിൽ കണക്റ്റ് ആവത്തില്ല. അങ്ങനെ നമ്മുടെ ഈ ആൻറ്റി ആണെങ്കിൽ ഇവരുടെ കൂടെ തന്നെ പഠിച്ച വേറൊരു പെണ്ണിനെ വിളിക്കും. അപ്പോഴാണ് നമ്മുടെ ആൻറ്റി അറിയുന്നത്, അതായത് ഈ ട്യൂമർ വന്ന ആ ഫ്രണ്ടില്ലേ, അവർ 2-3 വർഷങ്ങൾക്ക് മുന്നേ തന്നെ മരിച്ചുപോയി എന്ന്. ഇതറിയുന്നേ നമ്മളുടെ ആൻറ്റി ഭയങ്കരമായിട്ടും കിടന്ന് കരയും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഹാങ്ങിൻ്റെ അവസ്ഥ ഇപ്പോൾ ഇതേ കണക്ക് തന്നെയല്ലേ. അപ്പോൾ അവർക്ക് അതങ്ങോട്ട് സഹിക്കാനും അക്സെപ്റ്റ് ചെയ്യാനും പറ്റത്തില്ല. അവർ വിചാരിക്കും നമ്മുടെ ഹാങ്ങിന് ഒന്നും സംഭവിക്കത്തില്ല, അവൾ ഓക്കെ ആയിട്ട് വരുമോ എന്ന്. അവർക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെയർമാനെയാണ്. അയാളാണെങ്കിൽ അയാളുടെ വീട്ടിലായിട്ട് ഒരുപാട് പുരാതന വസ്തുക്കളൊക്കെ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇയാൾക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതായത് പണ്ടത്തെ രാജാവിൻ്റെ വാള്, അങ്ങനെയുള്ള പെയിൻറ്റിങ്സ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഈ ചെയർമാൻ ആണെങ്കിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ യൂൻസങ്ങിനെ വിളിച്ചുകൊണ്ട് വന്ന് കാണിക്കും. സത്യം പറഞ്ഞാൽ നമ്മുടെ യൂൻസങ്ങിൻ്റെ മൈൻഡിൽ ഓരോ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. പെട്ടെന്ന് തന്നെ നമുക്കാണെങ്കിൽ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചെയർമാൻ ഉണ്ടല്ലോ, അയാൾ നടത്തുന്ന ഒരു ഓർഫനേജ് ഉണ്ട്. ആ ഓർഫനേജിൻ്റെ പേരും ക്യൂൻസ് ഓർഫനേജ് എന്നാ. ഇതേ ഓർഫനേജിൽ തന്നെയാണ് നമ്മളുടെ യൂൻസങ്ങും ജനിച്ച് വളർന്നത്. അവനാണെങ്കിൽ അവിടെ നിൽക്കുന്നുണ്ട്. ഇവനാന്നല്ലോ അന്ന് പട്ടീനെ എറിഞ്ഞ് മുറിവേൽപ്പിച്ച് അവൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു പെങ്കൊച്ചൻ നിൽക്കുന്നുണ്ട്. അവളെ നമുക്ക് സൂം ചെയ്ത് കാണിക്കും. ഇവിടെ നമ്മളുടെ ചെയർമാൻ ആണെങ്കിൽ എന്തൊക്കെയോ സ്പീച്ചൊക്കെ പറയുവാണ്. ഇവിടെ ഈ 2 പിള്ളേരും നമ്മുടെ ഈ ചെയർമാൻ ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന പ്രസൻറ്റ് ടൈമാണ്. അവിടെ നമ്മുടെ ചെയർമാൻ ആണെങ്കിൽ യൂൻസങ്ങിൻ്റെ അടുത്ത് പറയും, അതായത് എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്ന്. അവിടെയായിട്ട് അയാൾ ഒരു പെയിൻറ്റിങ്ങും കാണിക്കും. ഉടനെ തന്നെ നമ്മുടെ യൂൻസങ് ആണെങ്കിൽ ഈ ചെയർമാൻ്റെ അടുത്ത് പറയും, എൻ്റെ കയ്യിൽ ഇതേപോലത്തെ ഒരു പെയിൻറ്റിംഗ് ഉണ്ട്, ഞാൻ നിങ്ങൾക്കത് ഗിഫ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന്. ഇത് കേൾക്കുന്ന ചെയർമാന് ഭയങ്കര സന്തോഷമാവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ഹാങ്ങിനെയാണ്. അവളാണെങ്കിൽ ഇപ്പോൾ
പെട്ടിയും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് ജർമ്മനിയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി ഇങ്ങനെ നടക്കുമായിരുന്നു. ഇത് കണ്ടുകൊണ്ടുവരുന്ന നമ്മുടെ ആൻറ്റി ആണെങ്കിൽ ഹാങ്ങിൻ്റെ അടുത്ത് ചോദിക്കും, അല്ല നീ ഇതിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്? ഉടനെ തന്നെ നമ്മുടെ ഹാങ് പറയും, ഞാൻ ജർമ്മനിയിലോട്ട് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. നമ്മുടെ ഈ ആൻറ്റി ആണെങ്കിൽ അവളുടെ അടുത്ത് ചോദിക്കും, അപ്പോൾ പിന്നെ യുൻവോ എവിടെ പോയി? നീ ഓൾറെഡി പറഞ്ഞായിരുന്നല്ലോ യുൻവോന് നിൻ്റെ അസുഖത്തിനെ പറ്റി എല്ലാം അറിയാമെന്ന്. ഉടനെ തന്നെ നമ്മുടെ ഹാങ് പറയാൻ തുടങ്ങും, അവൻ കുറച്ച് ബിസിയാണ്, ഞാൻ അതുകൊണ്ട് ഒറ്റയ്ക്ക് തന്നെ പൊക്കോളാം എന്ന്. എന്നാൽ നമ്മുടെ ആൻറ്റി ആണെങ്കിൽ ഇവിടെ ഒറ്റയ്ക്ക് ഇവിടെ റെഡിയേ ആയിരുന്നില്ല. അവർ പറയും, ഒന്നുമില്ലെങ്കിൽ ഞാനെങ്കിലും നിൻ്റെ കൂടെ വരട്ടെ, നീ ഇങ്ങനെ ഒറ്റയ്ക്ക് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത്? എന്നാൽ നമ്മുടെ ഹാങ് ആണെങ്കിൽ ഈ ആൻറ്റി പറയുന്നതൊന്നും കേൾക്കാൻ റെഡിയായിരുന്നില്ല. അവൾ പറയും, എന്തായിരുന്നാലും ഞാൻ ഒറ്റയ്ക്ക് തന്നെ ജർമ്മനിയിലോട്ട് പൊക്കോളാം എന്ന്. സത്യം പറഞ്ഞാൽ നമ്മുടെ ആൻറ്റിക്ക് നല്ല സങ്കടമുണ്ട്. അവരാണെങ്കിൽ നമ്മുടെ യുൻവോനെയും കാത്ത് അവൻ വരുന്ന വഴിയിലായിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കും. യുൻവോ വരുന്നത് നമ്മുടെ ഈ ആൻറ്റി ആണെങ്കിൽ എഴുന്നേറ്റ് നിന്ന് ഇവരുടെ നല്ലതുപോലെ ദേഷിക്കും. എന്നിട്ട് ചോദിക്കും, നീ എന്നാലും ഹാങ്ങിൻ്റെ കൂടെ ജർമ്മനി പോകാഞ്ഞത് വല്ലാത്ത കഷ്ടമായിപ്പോയി, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത്? ഇത് കേൾക്കുന്നേ നമ്മുടെ യുൻവോ ഭയങ്കര ഷോക്കായിപ്പോൾ. അവൻ ചോദിക്കും, എന്തുവാ നിങ്ങൾ പറഞ്ഞത്, അവൾ ജർമ്മനിക്ക് പോയെന്നോ? അപ്പം നമ്മളുടെ ആൻറ്റി പറയും, എനിക്ക് എല്ലാ സത്യം അറിയാം, അവൾക്ക് സുഖമില്ലാത്തതാണ്, അവൾക്ക് ട്യൂമറാണ് എന്ന്. എത്രയൊക്കെ പറഞ്ഞാലും നീ അവളുടെ ഹസ്ബൻഡ് അല്ലേ, അപ്പം പിന്നെ നീ എങ്കിലും അവളുടെ കൂടെ പോവേണ്ടതല്ലായിരുന്നോ? എനിക്കാണെങ്കിൽ നല്ല സങ്കടമുണ്ട്, ഞാൻ നിന്നിൽ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആണ് എന്നൊക്കെ നമ്മുടെ ആൻറ്റി ഇങ്ങനെ ഇരുന്ന് പറയും. ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ യുൻവോനും ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. അവനാണെങ്കിൽ അവൻ്റെ റൂമിൽ വന്നിട്ടിരുന്ന് ആലോചിക്കും, എന്നാലും ഹാങ് അവൻ്റെ അടുത്ത് ഒരു വാക്ക് പോലും പറയാണ്ട് ഇവിടെ നിന്ന് പോയല്ലോ എന്ന്. നമ്മുടെ യുൻവോ ആണെങ്കിൽ ഹാങ്ങിനെ വിളിക്കും. എന്നാൽ അവൻ വിളിച്ച സമയം ഒരുപാട് വൈകി പോയായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹാങ് ഇപ്പോൾ ഓൾറെഡി ഫ്ലൈറ്റിൽ ഇരിക്കുവാണ്. അവളാണെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിട്ടാണ് ഇരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ യുൻവോ അവൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ വന്നിട്ട് ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കുന്നതാണ്. അവിടെ നമ്മളുടെ യുൻവോൻ്റെ ഫ്രണ്ടാണെങ്കിൽ പറയും, നീ നല്ലതുപോലെ സന്തോഷിക്കും, നിൻ്റെ വൈഫാണെങ്കിൽ നിന്നെ കൂട്ടാതെ ഇപ്പോൾ ജർമ്മനിയിലോട്ട് പോയേക്കുമല്ലേ, നമുക്കാണെങ്കിൽ ഇനി 5-6 ദിവസം നല്ലതുപോലെ അടിച്ചു പൊളിക്കണം, നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് അവരുടെ കൂടെ കറങ്ങാനൊക്കെ പോയി ഫുഡൊക്കെ അടിച്ച് നല്ല കിടിലമാക്കണം എന്നൊക്കെ പറയും. എന്നാൽ നമ്മുടെ യുൻവോ ആണെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കാണ്ട് എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂട്ടത്തിൽ തന്നെ അവൻ ഫോണും ചെക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ യുൻവോ ഇപ്പോൾ എന്താ ചെയ്യുന്നതെന്നറിയാവോ? ഫോണിനകത്ത് കയറിയിട്ട് ജർമ്മനിയിലെ കണ്ടീഷൻ എങ്ങനെയാണ്, അവിടുത്തെ ടെമ്പറേച്ചർ എങ്ങനെയാണ്, ആ ടെമ്പറേച്ചർ നമ്മുടെ ഹാങ്ങിന് പറ്റുമോ എന്നൊക്കെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഉടനെ തന്നെ അവൻ്റെ ഫ്രണ്ടാണെങ്കിൽ അവൻ്റെ കയ്യിരുന്ന മൊബൈൽ ഫോൺ വാങ്ങിച്ചിട്ട് ചോദിക്കും, അല്ല നീ എവിടെ ഈ ശ്രദ്ധിക്കുന്നത്? ഞാൻ നിൻ്റെ അടുത്ത് എത്ര നേരമായിട്ട് ഓരോരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മുടെ യുൻവോൻ്റെ ആ ഫ്രണ്ടാണെങ്കിൽ ഫോൺ എടുത്ത് തുറന്നു നോക്കുമ്പോൾ എന്തുവാ, അതിനകത്തായിട്ട് ജർമ്മനിയിലെ ടെമ്പറേച്ചറും കാര്യങ്ങളും ഒക്കെ കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ യുൻവോൻ്റെ ഫ്രണ്ട് യുൻവോനായിട്ട് കളിയാക്കും. എന്നിട്ട് പറയും, ഓഹോ, അപ്പോൾ നീ ഇത്രയും കാലവും അവളുടെ അടുത്ത് ഇങ്ങനെ ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞത് വെറുതെ ആയിരുന്നല്ലേ, നിന്നോട് അഭിനയിക്കാനല്ലേ ഞാൻ പറഞ്ഞത്, യഥാർത്ഥത്തിൽ പ്രേമിക്കാൻ പറഞ്ഞില്ലല്ലോ, നിനക്കിപ്പോൾ അവളുടെ അടുത്ത് കട്ട പ്രേമമാണല്ലേ എന്നൊക്കെ നമ്മുടെ യുൻവോൻ്റെ ഫ്രണ്ട് ഇങ്ങനെ ഇരുന്ന് പറയും. ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ യുൻവോ ആണെങ്കിൽ അതൊന്നും അല്ല, അങ്ങനെയല്ല എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിക്കും. എന്നാൽ അവൻ്റെ ഫ്രണ്ടാണെങ്കിൽ അതൊന്നും വിശ്വസിക്കാൻ റെഡി ആയിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ഹാങ്ങിനെയാണ്. അവളാണെങ്കിൽ ഇപ്പോൾ ഹോസ്പിറ്റലായിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. അവളവിടെ വന്നിട്ട് അവളുടെ ട്രീറ്റ്മെൻറ്റൊക്കെ സ്റ്റാർട്ടാക്കാൻ തുടങ്ങും. അതേപോലെ തന്നെ നമ്മുടെ യുൻവോൻ്റെ അടുത്തുണ്ടല്ലോ അവൻ്റെ ഫ്രണ്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് തന്നെ അവൻ്റെ വൈഫിൻ്റെ കോള് വരും. അങ്ങനെ നമ്മുടെ യുൻവോൻ്റെ ഫ്രണ്ടാണെങ്കിൽ അവൻ്റെ വൈഫിനോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. നമ്മുടെ യുൻവോ ആണെങ്കിൽ ഇപ്പോൾ ഹാങ്ങിനെ നല്ലതുപോലെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അവരാണെങ്കിൽ അങ്ങനെ നമ്മുടെ ഹാങ്ങിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഇരുന്ന് പ്ലേ ആക്കി കണ്ടുകൊണ്ടിരിക്കും. അതിനകത്താണെങ്കിൽ അവിടുത്തെ റിപ്പോർട്ടേഴ്സ് നമ്മുടെ ഹാങ്ങിൻ്റെ അടുത്ത് ചോദിക്കുന്നത് തന്നെ നിങ്ങളുടെ ഏറ്റവും വലിയ ഡ്രീം എന്തുവാ എന്ന്. അപ്പം നമ്മുടെ ഹാങ് ആണെങ്കിൽ പറയും, എനിക്ക് എൻ്റെ കമ്പനി തന്നെയാണ് വലുത്, കമ്പനീനെ 1 ട്രില്യൻ്റെ ക്ലബിൽ കയറ്റണം, അത് കഴിഞ്ഞിട്ട് സുഖമായിട്ട് ജീവിക്കണം. ഉടനെ തന്നെ ആ റിപ്പോർട്ടറാണെങ്കിൽ ചോദിക്കും, 1 ട്രില്യൺ എത്തിച്ചതിന് ശേഷമുള്ള നിങ്ങളുടെ ഡ്രീം എന്തുവാ എന്ന്. അവിടെ നമ്മുടെ ഹാങ് ആണെങ്കിൽ പറയും, അത് എനിക്കാണെങ്കിൽ യുൻവോൻ്റെ കൂടെ കുറേ സ്ഥലങ്ങൾ കറങ്ങാൻ പോകണം, ഞാനും അവനും കല്യാണം കഴിഞ്ഞ് ഹണിമൂൺ എന്ന പേരിൽ മാത്രമാണ് ജർമ്മനിയിൽ കറങ്ങാൻ വേണ്ടിയിട്ട് പോയത്, അതിനുശേഷം ഞങ്ങൾക്ക് എവിടെയും പോകാൻ പറ്റിയിട്ടില്ല, ഞങ്ങൾ രണ്ടുപേരും നല്ല ബിസി ആയിരുന്നു. അപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് തന്നെ ഞങ്ങൾക്ക് 2 പേർക്കും എല്ലാം കഴിഞ്ഞിട്ട് സ്വസ്ഥമായിട്ട് നല്ലതുപോലെ കറങ്ങാൻ പോകണമെന്നൊക്കെയാണ്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കേൾക്കുന്നേ നമ്മളുടെ യുൻവോ ഭയങ്കര ഇമോഷണലാവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണത്തിന് ശേഷവും നമ്മുടെ ഹാങ് ഇങ്ങനെയൊക്കെയുള്ള പ്ലാനിങ് മനസ്സിൽ വിചാരിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട്. സത്യം പറഞ്ഞാൽ ഇവർക്കിടയിൽ നല്ലതുപോലെ കമ്മ്യൂണിക്കേഷനൊക്കെ നടന്നിട്ട് ഒരുപാട് കാലമായി. 2 പേരും അവരവരുടെ ജോലിയിൽ നല്ല തിരക്കൊക്കെ ആയിരുന്നില്ലേ. ഇങ്ങനെയൊക്കെയുള്ള ഓരോരോ റീസൺസ് കൊണ്ടാണ് 2 പേരും ഇപ്പം നല്ലതുപോലെ അകന്നിരിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ യുൻവോനാണെങ്കിൽ നല്ല
സങ്കടം ഉണ്ടായിരുന്നു. അവൻ വേഗം തന്നെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് നമ്മളുടെ ഹാങ്ങിൻ്റെ അടുത്തോട്ട്, അതായത് ജർമ്മനിയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡിയാവും. അവനങ്ങനെ എയർപോർട്ടിലായിട്ട് റെഡിയായി ഓടി വരുന്നത് കാണിക്കും. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ഹാങ്ങിനെയാണ്. അവളാണെങ്കിൽ ഇപ്പോൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് ചീഫ് ഡോക്ടറുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അയാളാണെങ്കിൽ നമ്മുടെ ഹാങ്ങിൻ്റെ റിപ്പോർട്ടൊക്കെ കണ്ടതിന് ശേഷം പറയും, നിങ്ങൾ ഞങ്ങളോട് ക്ഷമിച്ചേ പറ്റത്തുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ചെക്കപ്പൊക്കെ നടത്തിയപ്പോൾ മനസ്സിലായത് നിങ്ങളുടെ ശരീരത്തിൽ WBCയുടെ അളവ് ഭയങ്കര കുറവാണ് എന്ന്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നിങ്ങളുടെ സർജറി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇത് കേൾക്കുന്നേ നമ്മുടെ ഹാങ് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡ് ആവും. അവളാണെങ്കിൽ ഇത്രയും ദൂരം ഇവിടെ വരെ ട്രാവൽ ചെയ്ത് വന്നത് തന്നെ അവളുടെ അസുഖത്തിനുള്ള മരുന്ന് കണ്ടുപിടിക്കും, അവളുടെ അസുഖം നേരെയാക്കാൻ പറ്റും എന്നൊക്കെയുള്ള വിശ്വാസം വെച്ചിട്ടല്ലേ. നമ്മുടെ ഹാങ് ആണെങ്കിൽ ആ ചീഫ് ഡോക്ടറുടെ അടുത്ത് സംസാരിക്കും. എന്നിട്ട് പറയും, എൻ്റെ കയ്യിൽ ഇനി അധിക സമയമൊന്നും ഇല്ല എന്ന്. എത്രയൊക്കെ പറഞ്ഞാലും അവർക്കാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ഡോക്ടറാണെങ്കിൽ നമ്മുടെ ഹാങ്ങിൻ്റെ അടുത്ത് പറയും, ഞങ്ങൾ ഹെൽപ്ലെസ് ആണ് എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ഹാങ് ഭയങ്കര സങ്കടപ്പെട്ട് ആ ഹോസ്പിറ്റലിൽ നിന്ന് അങ്ങ് ഇറങ്ങും. അവൾ അങ്ങനെ എല്ലാവരും ഉള്ള ഒരു എൻട്രൻസിൻ്റെ അടുത്തായിട്ട് വന്നിരിക്കുമ്പോൾ എന്തുവാ, അവിടെയാണെങ്കിൽ ഒരുപാട് കപ്പിൾസ് ഉണ്ട്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിക്കുകയൊക്കെയാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ ഹാങ്ങിനാണെങ്കിൽ പണ്ടത്തെ കാര്യങ്ങൾ ഓർമ്മ വരും. അതായത് അവളും യൂനുവും കൂടി ഈ സ്ഥലത്ത് തന്നെയായിരുന്നു ഹണിമൂണിനായിട്ട് വന്നത്. അപ്പോൾ അവൾ അതൊക്കെ ആലോചിച്ചിട്ട് ഇവർ രണ്ടുപേരും ഹണിമൂണിനായിട്ട് വന്നപ്പോൾ ഏത് മ്യൂസിയത്തിലാണോ വന്നത് അവിടെയായിട്ട് വന്ന് നിൽക്കും. അവളാണെങ്കിൽ അവിടെ ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരും ജോഡിയായിട്ടാണ് വന്നേക്കുന്നത്. നമ്മുടെ ഹാങ് അവിടെ എല്ലാം ഇങ്ങനെ കറങ്ങി തിരിഞ്ഞൊക്കെ നടക്കും. അവസാനം നമ്മുടെ ഹാങ്ങിന് നല്ലതുപോലെ കാലും വേദനിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഷൂസ് ആയിരുന്നല്ലോ ഇട്ടിരുന്നേ. അവൾക്കാണെങ്കിൽ നല്ലതുപോലെ കാല് വേദനിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. അങ്ങനെ നമ്മുടെ ഹാങ് ആണെങ്കിൽ അവിടുത്തെ സ്റ്റെപ്പിലായിട്ടിരുന്നിട്ട് ആ ചെരുപ്പ് ഇങ്ങനെ ഊരി കൈ പിടിക്കാനായിട്ട് എടുക്കുന്ന പെട്ടെന്ന് തന്നെ നമ്മുടെ യൂനുവോ ഹാങ്ങിനെ വിളിക്കുന്നത് പോലെ സൗണ്ട് കേൾക്കും. അപ്പോൾ നമ്മുടെ ഹാങ് വിചാരിക്കും, എന്നാലും എനിക്ക് യൂനുവിൻ്റെ സൗണ്ട് പോലെ തോന്നിയത് എന്തുകൊണ്ടാണ്, അവനാണോ എന്നെ വിളിച്ചത് എന്ന്. അവളങ്ങനെ അവിടെ എല്ലാം ഒന്ന് ചുറ്റി നോക്കും. പെട്ടെന്ന് നോക്കുമ്പോൾ എന്തോ അവളുടെ ഫ്രണ്ടിലായിട്ട് നമ്മുടെ യൂനുവോ ഇങ്ങനെ നടന്നു വരുവാണ്. അവനാണെങ്കിൽ നേരെ വന്ന് നമ്മുടെ ഹാങ്ങിൻ്റെ മുമ്പിലായിട്ട് വന്ന് ഇരുന്നിട്ട് പറയും, ഞാൻ നിന്റെ അടുത്ത് മുന്നേ പറഞ്ഞിട്ടുണ്ട് ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ചെരുപ്പ് ഇട്ടുകൊണ്ട് നടക്കരുത് എന്ന്. അതൊരിക്കലും നിനക്ക് കംഫർട്ടബിൾ ആയിരിക്കത്തില്ല, അത് നിനക്ക് കാലുവേദന ഉണ്ടാക്കത്തതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നല്ല കംഫർട്ടബിളായ ചെരുപ്പിടണമെന്നും പറഞ്ഞിട്ട് നമ്മുടെ യൂനു ആണെങ്കിൽ ഹാങ്ങിൻ്റെ കയ്യിലായിട്ട് അവൻ വാങ്ങിയ ആ ഷൂസിലെ അതെടുത്ത് അങ്ങ് കൊടുക്കും. സത്യം പറഞ്ഞാൽ നമ്മളുടെ ഹാങ് ഭയങ്കര ഷോക്കായി പോയായിരുന്നു. അവൾ ചോദിക്കും, നീ എങ്ങനെ മനസ്സിലാക്കി ഞാൻ ഇവിടെ ഉണ്ടെന്ന്. അപ്പം നമ്മുടെ യൂനു പറയും, അത് നിൻ്റെ സെക്രട്ടറിനെ ഞാൻ കോണ്ടാക്ട് ചെയ്തായിരുന്നു. അവൾ പറഞ്ഞു നീ തിരിച്ചു വരാനുള്ള ടിക്കറ്റ് എടുത്തിട്ടില്ല എന്ന്. അപ്പോൾ എനിക്ക് നല്ലതുപോലെ അറിയാം നീ ഇവിടെ തന്നെയായിരിക്കും വന്നിട്ടുണ്ടാവുക എന്ന്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹണിമൂണിന് വന്നപ്പോൾ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലവും ഇത് തന്നെ ആയിരുന്നില്ലേ. ഉടനെ തന്നെ നമ്മുടെ ഹാങ് പറയും, അതെ എനിക്കിഷ്ടപ്പെട്ട സ്ഥലം ഇത് തന്നെയാണ്. ഇവിടെയുള്ള ആൾക്കാരെല്ലാം എൻ്റെ അടുത്ത് കള്ളം മാത്രമാണ് പറയുന്നത്. എന്തൊക്കെ കള്ളത്തരമാണ് ഞാൻ കേൾക്കേണ്ടി വന്നത്. നീയും എൻ്റെ അടുത്ത് എന്തെല്ലാം കള്ളം പറഞ്ഞിട്ടുണ്ട്, നീ എന്നെ ഹാപ്പി ആക്കി വെക്കുമെന്നൊക്കെയല്ലേ പറഞ്ഞത്. ഞാൻ ഇതിൻ്റെ പേരിൽ എന്തുമാത്രം കരഞ്ഞിട്ടുണ്ട് എന്നറിയാവോ എന്നൊക്കെ നമ്മുടെ ഹാങ് ഇങ്ങനെ പറയും. ഇത് കേൾക്കുന്നേ നമ്മളുടെ യൂനു ആണെങ്കിൽ പറയും, നിൻ്റെ സെയിം അവസ്ഥയിൽ കൂടി തന്നെ ഞാനും കടന്നു പോയിട്ടുള്ളത്, എനിക്കും നല്ല സങ്കടമുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും അവരുടെ രണ്ടുപേരുടെ ആ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് എല്ലാം പറഞ്ഞ് ക്ലിയർ ആക്കും. നമ്മുടെ യൂനുവിന് നല്ല സങ്കടം ഉണ്ടായിരുന്നു. അവനാണെങ്കിൽ നമ്മുടെ ഹാങ്ങിനെ കെട്ടിപ്പിടിച്ചിട്ട് അവൾക്കൊരു കിസ്സും കൊടുക്കും. ഇപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കിടയിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഒരുവിധം സോൾവ് ആയിട്ട് നിൽക്കുവാണ്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമുക്കൊരു ഫ്ലാഷ് ബാക്കാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഹാങ്ങും യൂനുവും കൂടി കാറിൽ ട്രാവൽ ചെയ്യാൻ നേരത്തെ അവിടെയാണെങ്കിൽ നമ്മുടെ ഹാങ് ഒന്ന് ഉറങ്ങിപ്പോയായിരുന്നു. അതായത് നമ്മുടെ യൂനുവിൻ്റെ വീട്ടിൽ നിന്ന് വരുന്ന ടൈമിൽ നമ്മുടെ യൂനു ആണെങ്കിൽ എന്ത് ചെയ്യാന്നറിയാമോ, ഹാങ്ങിൻ്റെ കൈ എടുത്തിട്ട് അവളുടെ കയ്യിലുള്ള അവളുടെ ആയുസിൻ്റെ രേഖയില്ലേ അതങ്ങ് നീട്ടി വരച്ചു കൊടുക്കും. യഥാർത്ഥത്തിൽ അവനാണ് ഈ സംഭവം ചെയ്തു വെച്ചേക്കുന്നത്. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.